അല്ലെ? നമ്മളെ നോക്കി ആളുകൾ പരിഹസിക്കുമ്പോൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് പറയാനുള്ള വാക്കാണ് ദീന് സ്വീകരിച്ചതിന്റെ പേരിൽ. ജാറത്തിൽ പോകാതിരുന്നാൽ, ഔലിയാക്കളെ വിളിക്കാതിരുന്നാൽ, ഉറുക്കും ഏലസും കെട്ടാതിരുന്നാൽ, ആണ്ട് നേർച്ച കഴിക്കാതിരുന്നാൽ, മൗലിദ് റാത്തീബ് കഴിക്കാതിരുന്നാൽ, താടി വെച്ചാൽ, നെര്യാണിക്ക് മീതെ വസ്ത്രം ധരിച്ചാൽ എന്തൊക്കെ ഇവന്റെ കോലം എന്ന് കാണിച്ച ആളുകൾ പരിഹസിക്കുമ്പോൾ മനോഹരമായി മറുപടി പറയാനുള്ളത് ഇതാണ്: ഇൻ തസ്ഖറു മിന്നാ ഫഇന്നാ നസ്ഖറു മിൻകും കമാ തസ്ഖറുൻ. ഇപ്പൊ നിങ്ങൾ നമ്മളെ പരിഹസിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ഈ പരിഹസിച്ചതുപോലെ നമ്മൾ നിങ്ങളെയും പരിഹസിക്കുന്ന ഒരു സമയം വരാനുണ്ട്. പാത്രാൻ പാടില്ല. ഇനി നിർത്തിയേക്കാം. എന്നാ പിന്നെ താടിയും വേണ്ട, പാന്റും വേണ്ട, നിര്യാണിയും വേണ്ട, ദീനെന്നെ വേണ്ട എന്ന് ചില ആളുകൾ പറയാറുണ്ട്. പരമാവധി വിട്ടുകൊടുക്കുക, പേര് മാറ്റണം, അതും മാറ്റിത്തരാം എന്ന് പറയുന്ന ആളുകൾ വരെയുണ്ട്. അമ്പിയാക്കളുടെ ചരിത്രം പഠിക്കുമ്പോൾ അവർ എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാകും. കഴിഞ്ഞോ? ഇല്ല. ജക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം ഒരുപാട് കാലം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ഒരു കുഞ്ഞിക്കാല് കാണാൻ. ജാറങ്ങളായ ജാറങ്ങൾ കയറി ഇറങ്ങിയിട്ടില്ല. ഉപ്പാപ്പയായ നൂഹ് നബിയെ വിളിച്ചിട്ടില്ല. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബർ നോക്കി പോയിട്ടില്ല. ജക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരുന്നു.